അപ്പോൾ ഇന്ന് നമ്മൾ ബോംബെയിലെ ഏറ്റവും വലിയ ഗണപതി എന്ന് വിശ്വസിക്കുന്ന ലാൽബാഗിലെ രാജ എന്ന് പേരുള്ള ഗണപതിയുടെ വലിയ പ്രതിമ ഉണ്ട്, വിഗ്രഹം മൂർത്തി. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. രാത്രി 10 മണിക്ക് കേട്ടോ, രാത്രി 10 മണിക്കാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, പയതോണിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ രാത്രി ഇറങ്ങണതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി എല്ലാവരും ചോറും ഇട്ടിട്ടൊക്കെ നല്ല ഉറക്കത്തിലാവും. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പോയിട്ട് സുഖമായിട്ട് നമുക്ക് ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അവിടെയുള്ള സ്ഥിതി എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറയണതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ ഗണേശോത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ളതിലും ഒരു ചെറിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് പണ്ട് മഹാരാഷ്ട്രയിലെ ഉൾഗ്രാമങ്ങളിൽ ചില സ്ഥലത്ത് മാത്രമാണ് ഗണേശോത്സവം ആഘോഷിച്ചിരുന്നത്. അത് ഗണപതിയുടെ വിഗ്രഹം ഒരു 10 ദിവസം പൂജിച്ചതായിട്ട് 10ാമത്തെ ദിവസം പുഴയിലോ കടലിലോ കുളത്തിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മുക്കുന്ന പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബാലഗംഗാധര തിലകനും ഇവർക്കൊക്കെ അങ്ങനെ തോന്നി. അന്ന് നിയമം ഉണ്ടായിരുന്നു, ആൾക്കാർ കൂടാൻ പാടില്ല, ആൾക്കാർ മീറ്റിംഗ് വെക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള നിയമം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അപ്പോൾ ഈ ഗണേശോത്സവം മഹാരാഷ്ട്രയിലെ എല്ലാ ഭാഗങ്ങളിലും ഇവർ തുടങ്ങി. അതിന് ശേഷം വലിയ വലിയ ഗണപതിനൊക്കെ വെച്ച് എല്ലാ ജനങ്ങളും രാത്രിയും സത്സംഗവും ഒക്കെ മീറ്റിങ്ങും കാര്യങ്ങളും മതപ്രഭാഷണത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് ക്ലാസ് എടുക്കാനും ജനങ്ങളെ ബോധോദയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവർ രാത്രിയൊക്കെ ഇങ്ങനെ മീറ്റിങ്ങൊക്കെ വെച്ച് ജനങ്ങൾക്ക് അറിവും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്ത് ജനങ്ങളെല്ലാവരും പാടെ സമരം ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ സ്വാതന്ത്ര്യത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പങ്ക് നമ്മുടെ ഗണേശോത്സവം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബിണ്ടി ബജാറിന്ന് പയതോണിയിൽ നിന്ന് ബിണ്ടി ബജാറും കഴിഞ്ഞ് ജെ സിഗ്നലും കഴിഞ്ഞ് ബൈക്കുകളിലേക്ക് ഏകദേശം എത്താനായി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈക്കുകളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബൈക്കുകളായിട്ട് ബാങ്കോക്ക് എന്നൊരു ബുക്കുണ്ട്. അപ്പോൾ നിങ്ങളാരും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അതേപോലെ തന്നെ ഡോങ്ക്രി ടു ദുബായ് എന്നുള്ളൊരു ബുക്കുണ്ട്. അതും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറികളാണ്. അണ്ടർവേൾഡിൻ്റെ സ്റ്റോറിയാണെന്ന് മാത്രം, ബോംബെയിൽ പഴയ നടന്ന സ്റ്റോറികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡോങ്ക്രിയിൽ തന്നെ ഞാൻ 10 കൊല്ലം കൈതി കുത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ പയതോണിക്ക് വന്നത്, താമസം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാനും എൻ്റെ കുട്ടിയും പിന്നെ എൻ്റെ കെട്ടിയോളും ഞങ്ങളാണ് പോകുന്നത് കേട്ടോ. ലാൽബാഗിലെ രാജേനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ കെട്ടിയോൾക്കാണെന്നുണ്ടെങ്കിൽ ഗണപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ദീപം കാട്ടുന്ന സ്ഥലത്ത് ഗണപതിയോളുടെ ഒരു തല്ലാണ്. ഗണപതിനെ ഇനി വെക്കാൻ സ്ഥലമല്ല. പ്രതിമയായിട്ടും ഫോട്ടോ ആയിട്ടും അവിടെ ഇഷ്ടംപോലെ ഗണപതിയോളുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കഥ ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ എൻ്റെ കെട്ടിയോളെ പെണ്ണ് കാണാൻ പോണതിൻ്റെ മുന്നേ വേറൊരു ഗണപതി എന്ന് പേരുള്ള ഒരാൾ പെണ്ണ് കണ്ടുവരുന്നു. അയാൾ അത്യാവശ്യം പൈസക്കാരനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ കാണാൻ കുറച്ച് വൗസ് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഓളുടെ ഭാഗ്യം കൊണ്ടോ എൻ്റെ നിർഭാഗ്യം കൊണ്ടോ ആ കല്യാണം നടന്നില്ല. അങ്ങനെ ഓൾക്ക് സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടി. കെട്ടോള് പറയും, സ്കൂട്ടർ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവല്ലേ, പാർക്ക് പോവല്ലേ, ബീച്ചിൽ പോവല്ലേ, ഗാർഡനിൽ പോവല്ലേ, അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോവല്ലേ എന്നൊക്കെ പറയും. എന്താ അറിയില്ല, സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസുകാർക്ക് എന്താ അറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂട്ടർ ഓടിച്ച് വരണാണ്ട് കഴിഞ്ഞാൽ തന്നെ ഐറ്റങ്ങൾ കയ്യും കാണിച്ചിട്ട് സൈഡാക്കാൻ പറയും. പിന്നെ കുറേ നേരം ഐറ്റങ്ങളോട് ഇങ്ങനെ തർക്കിച്ച് നിൽക്കേണ്ടി വരും. എന്തെങ്കിലും കാരണം എൻ്റെ ഈ സ്കൂട്ടറിൻ്റെ മുകളിൽ ഐറ്റങ്ങൾ കണ്ടുപിടിക്കും. പിന്നെ
അവിടുന്ന് പോരാൻ ഒരുപാട് സമയം പിടിക്കും. അതാണ് ഒരു കാരണം. പിന്നെ ഇവിടെ ഉള്ള ചെക്കന്മാർക്കൊന്നുമില്ല, കണ്ണും മൂക്കും ഇല്ലാത്ത ഡ്രൈവിങ്ങാണ്. എപ്പോൾ ബിറ്റങ്ങൾ മുന്നിൽ വന്ന് ചാടും, എങ്ങനെയൊക്കെ വണ്ടി എടുക്കുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഐറ്റങ്ങൾ കണ്ണും മൂക്കും ഇല്ലാതെ അതേനെയും ഇതേനെയും ഒക്കെ അങ്ങോട്ട് പെട്ടെന്ന് വന്നിട്ട് മുന്നിൽ കൂടെ അങ്ങോട്ട് ചാടും, വണ്ടി ഓടിച്ചങ്ങോട്ട് കൊണ്ടാവും. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ കൂടെ കളിച്ചേ. അപ്പോൾ അതൊന്നും ബിറ്റങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് വേറൊരു കാരണം. ഒരു ദിവസം ഞാനുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് മുൻഷിദിനെ കണ്ടിട്ട് ഞാൻ നാഗ്പടയിൽ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ ഉണ്ടല്ലോ ഒരു വൺ വേയിൽ അങ്ങോട്ട് കയറി. നമ്മുടെ ടെങ്കർ സ്ട്രീറ്റിൻ്റെ നേരെ അടുത്തുള്ളതാണ് വൺ വേ. ആ വൺ വേയിൽ കയറിയിട്ട് ഞാൻ മെല്ലെ അപ്പുറത്തെ റോട്ടിക്കാണ്ട് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഒരു പോലീസ് വന്ന് പിടിച്ചു. നാഗ്പട പോലീസ് സ്റ്റേഷനിലുള്ള പോലീസാണ്. ഇങ്ങോട്ട് അയാൾ വണ്ടി പിടിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, വൺ വേയിലുള്ള ഫോട്ടോ. ഇങ്ങോട്ട് നേരെ അയാൾ എന്താ ചെയ്തത് അറിയോ? ഈ വണ്ടിയും പിടിച്ചു, ഇനിയും കൊണ്ട് നാഗ്പട പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയി. നാഗ്പട പോലീസ് സ്റ്റേഷനിൽ പോയി വണ്ടി അവിടെ നിർത്തിയിട്ടു. എന്നിട്ട് കുറേ അയാളായിട്ട് തർക്കിച്ചു, ഒരു രക്ഷയില്ല. പിന്നെ അയാൾ പറഞ്ഞു സിവടിയിലുള്ള കോർട്ടിൽ പോയിട്ട് പെനാൽറ്റി അടിച്ചിട്ട് വേണം എനക്ക് വണ്ടി എടുക്കാൻ. നമ്മളെ ഇതിന് മുന്നേയും കുറേ വണ്ടി പിടിച്ചിട്ടുണ്ട് പോലീസുകാർ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാറാണ് പതിവ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ തീരെ വിചാരിച്ചില്ല കേട്ടോ. അത് മാത്രമല്ല, അവരെന്നെ വിടണമില്ല, ആരെങ്കിലും വിളിച്ച് വരുത്തിയതിന് ശേഷം വിടാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ അരോമ ട്രാവൽസിലുള്ള സുലൈമാനെ വിളിച്ച് വരുത്തി ലാസ്റ്റ് അങ്ങനെയാണ് നമ്മളവിടുന്ന് കഴിച്ചിലായത്. പിന്നെ ഒരു മാസം 1.5 മാസം എൻ്റെ വണ്ടി അവിടെ പോലീസ് സ്റ്റേഷനിൽ കിടന്നു. വെറുതെ ഒരു വൺ വേയിൽ കയറിയതാണ്. അത് മാത്രമല്ല, ആ ടെങ്കർ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തുള്ള ആ വൺ വേയിൽ എത്രയോ ആൾക്കാർ ഹെൽമെറ്റ് ഇല്ലാതെയും മറ്റേ ചെറിയ ചെറിയ ചെക്കന്മാരും സ്കൂട്ടർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അവരൊന്നും പിടിച്ചില്ല. ഇന്നെ മാത്രം അങ്ങോട്ട് പോലീസ് പിടിച്ചു. ഇങ്ങോട്ട് പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് സിവടി കോർട്ടിൽ പോയിട്ട് വണ്ടി കിട്ടിയത്. ദിവസവും ഇവിടെ നാഗ്പട പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കും, എന്തായി ചോദിക്കും. അപ്പോൾ അവർ FIR അയച്ചിട്ടില്ല, അത് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ നമ്മളെ ഇടങ്ങേറാക്കി. അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചങ്കുകൾ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൊന്ന് തൊടും ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഇവിടെയുള്ള സ്ഥിതി കണ്ടോ, ഇതാണ്. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി. ഇത് ബൈക്കളയിലുള്ളൊരു ബ്രിഡ്ജാണ്. മുകളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ചെറിയൊരു ബ്രിഡ്ജാണിത്. കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങണം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ റോഡിൻ്റെ സ്ഥിതിയൊക്കെ എങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അങ്ങനെ ചാടിയിട്ട് സ്കൂട്ടർ ഇങ്ങനെ പോവുക. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോയും ചാടും. കുണ്ടിൽ ചാടുമ്പോൾ വീഡിയോയും ചാടും. അതിൻ്റെ അർത്ഥം ഇവിടെ ഉള്ള റോഡ് ഫുള്ള് കുണ്ടും കുഴിയുള്ളതാണ് എന്നൊന്നും അല്ല കേട്ടോ. നല്ല റോഡുകളും ഉണ്ട്. ആ റോഡ് നമ്മുടെ മറൈൻ ഡ്രൈവ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെയൊക്കെ സൂപ്പർ വീടാണ്, മറ്റേ റോഡുകളാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ത്രാലയ എന്ന് പറയുന്ന സംഭവം. പിന്നെ എയർ ഇന്ത്യ ബിൽഡിങ്, ഒബ്രോയ് ഹോട്ടല്, അങ്ങനെയുള്ള ഇതൊക്കെ മറൈൻ ഡ്രൈവും അതിൻ്റെ അടുത്തൊക്കെയാണ് ഉള്ളത്. നമ്മുടെ ചാനലുണ്ടല്ലോ സ്റ്റാർട്ടിങ് ആവുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. കാരണം ഇപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ മൊബൈൽ ഇങ്ങനെ വെച്ച് ക്യാമറ ഓണാക്കിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ പിടിക്കുന്നത്. പെറ്റോളോട് ഇതൊന്ന് ശരിക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് ഈ യൂട്യൂബ് ചാനലും ഇതൊക്കെ അലർജിയാണ്. അപ്പോൾ എൻ്റെ മേക്കട്ട് കയറുള്ളൂ. അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ പോക്കറ്റിൽ വീഡിയോ ഓണാക്കി വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. ഇനി കുറച്ചൊക്കെ സബ്സ്ക്രൈബറും ഇതൊക്കെ ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെടുത്താം. നമുക്ക് വലിയ ഇതിനെ ഫുള്ള് സ്ക്രീനിൽ റോഡും ഇതൊക്കെ കാണുന്ന വിധത്തിൽ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടേ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം പറയാനുള്ള ഓർമ്മയുണ്ട്. എന്താണ് അറിയുക, എൻ്റെ മൊബൈലിൽ 100 ആൾക്കാരുടെ കോണ്ടാക്ട് നമ്പറുകളുണ്ട്. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ
വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ, ഒന്ന് ബെല്ലൈക്കണ് ഞെക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര അയച്ചു കൊടുത്താലും എന്താ അറിയില്ല, ആകെ 16 ആൾക്കാരാണ് ഇതുവരെയായിട്ട് എൻ്റെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. എന്താ അറിയില്ല, എൻ്റെ വീഡിയോ മൊബൈലിൽ വാട്സപ്പിൽ ഇങ്ങോട്ട് കിട്ടിയ ഉടനെ തന്നെ ഐറ്റങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണോ, എന്താ സംഭവം എന്ന് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഈ കോലത്ത് പോവുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബർ ആവാം, കുറഞ്ഞത് ഒരു 70 വയസ്സെങ്കിലും ആവേണ്ടി വരും. അപ്പോഴേക്ക് 1000 സബ്സ്ക്രൈബറേ ആവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇനി ഞാനൊരു രഹസ്യങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഒരു രഹസ്യം ഞങ്ങളോട് പറയാം. ബോംബെയിൽ ഞാൻ തലങ്ങും വിലങ്ങും തേരാപ്പാര കുറേ നടന്നിട്ടുണ്ട്. കുറേ സീക്രട്ടായിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ചങ്ങായിമാർ, എൻ്റെ ചങ്കുകൾക്ക് കാണിച്ച് തരണം നിച്ച് പൂതിയുണ്ട്. ഗണപതി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ലൈറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുവിധ എല്ലാ ഗല്ലിയിലും ഗണപതി ഉണ്ടാവും. ബോംബെയിലുള്ള ഒരുവിധ എല്ലാ ഗല്ലിയിലും ഗണപതി ഉണ്ടാവും. നമ്മൾ താമസിക്കുന്നത് മുസ്ലിം ഏരിയയിലായത് കാരണം ഇവിടെ എല്ലാ ഗല്ലിയിലും ഉണ്ടാവില്ല കേട്ടോ. ബാക്കിയുള്ള പുറത്തുള്ള ഗല്ലിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മിന്നുന്ന ലൈറ്റുകൾ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ട് കണ്ട് റോഡുകൾ. ലാൽബാഗിൽ എത്തിയിട്ടില്ലേ? നാട്ടിലുള്ള പോലെ അല്ല ഇവിടെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് സ്കൂട്ടറും വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനൊന്നും പറ്റൂല. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് പാർക്ക് ചെയ്ത് വെച്ചാൽ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്നിട്ട് പൊക്കിക്കൊണ്ടുപോകും. പിന്നെ അവരുടെ ഫൈനും പൊക്കിക്കൊണ്ടുപോകുന്ന ചാർജും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വണ്ടി വിട്ട് തരുള്ളൂ. അതിൻ്റെ ഇടയിൽ വല്ല ഇൻഷുറൻസ് തീരുക, PUC എക്സ്പയർ ആവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് വണ്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് പാർക്കൊക്കെ ചെയ്തു. പക്ഷെ എന്താ പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ അപ്പുറത്ത് ബാക്കിൽ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ കട ഉണ്ടായിരുന്നു. ആ കടക്കാരൻ്റെ കച്ചറ മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്കൂട്ടർ പുറത്തേക്ക് റോട്ടിക്ക് മെല്ലെ അയാൾ നീക്കിയിട്ട് സ്കൂട്ടറിൻ്റെ കച്ചറ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേക്കും മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വന്ന് എൻ്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഞാൻ ഈ വന്നിട്ട് എൻ്റെ സ്കൂട്ടർ കാണാനില്ല, തെരഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ ഈ കരിമ്പ് ജ്യൂസ് കടക്കാരനാണിത് മാറ്റിയത് എന്നുള്ള എനിക്ക് മനസ്സിലായി. പക്ഷേ അയാൾ സമ്മതിച്ച് തരുന്നില്ല. ഞാൻ പിന്നെ അന്വേഷിച്ചിട്ട് അതിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി എടുക്കുന്ന സ്ഥലത്ത് പോയി. പിന്നെ നോക്കുമ്പോൾ എത്ര 750 ഉറുപ്പ്യോളം അവിടെ അടച്ചു. നമ്മൾ ഈ ഫൈനും വണ്ടി എടുക്കണ ചാർജും ഇതൊക്കെ അടച്ചാലും പോരാ, അതിൻ്റെ മുകളിലൊരു GST ഉണ്ട്. അതും കൂടി നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വിട്ടു തരുള്ളൂ. അങ്ങനെ നമ്മൾ ഒടുക്കം ഇവിടെ ലാൽബാഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ് ഇവിടെ, കണ്ടില്ലേ? ഭയങ്കര ക്രൗഡാണ്. പരസ്യങ്ങളുടെ ഭയങ്കര തല്ലാണ് കേട്ടോ. പരസ്യം കണ്ടമാനം പരസ്യങ്ങളുണ്ട് റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും. നമ്മുടെ അദാനിയുടെയും അംബാനിയുടെയും അടക്കം പരസ്യങ്ങൾ കണ്ടമാനം കാണാറുണ്ട് ഇവിടെ. അങ്ങനെ നമുക്കിവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി കേട്ടോ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് അങ്ങനെ കിട്ടി. അത് ആ ഗ്യാപ്പ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് അവിടെ പാർക്ക് ചെയ്തു. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും പഹയന്മാർ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യും. എൻ്റെ ബദ്രീങ്ങൾ എവിടെയുള്ള തിരക്കുകൾ കണ്ടോളി.
എന്താ തിരക്ക് അറിയോ? പൂരത്തിൻ്റെ ജനാണ് ഇവിടെ, തിരക്കിൻ്റെ കൊള്ളാം. ഞാൻ വേഗം വന്ന് ഗണപതിനെയും കണ്ടിട്ട് പോയിട്ട് വേഗം കടന്നുറങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇവിടെ അലാക്കിൻ്റെ തിരക്കാണ് കേട്ടോ, അലാക്കിൻ്റെ തിരക്ക്. അതിൻ്റെ കെട്ടുകളോട് പറഞ്ഞു നമുക്ക് പോയിട്ട് പിന്നെ രാവിലെ വന്നാലോ, അപ്പോഴേക്കൊക്കെ ചിലപ്പോൾ തിരക്ക് കുറയുണ്ടാവും, നമുക്ക് പോയിട്ട് രാവിലെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ കെട്ടുകളാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ഓള് പറഞ്ഞു നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിക്കോളി, പോയിട്ട് ഞാൻ മറ്റേത് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിളിക്കുക, അപ്പം അങ്ങോട്ട് സ്കൂട്ടർ കൊണ്ട് വന്നാൽ മതി എന്നോട് പറയേണ്ടിയാണ്. കുട്ടികളും തള്ളാരും പിന്നെ സ്ത്രീകളും ഒക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ, ഉറുമ്പരിക്കണ പോലെ മെല്ലെ മെല്ലെ ഇങ്ങനെ ആൾക്കാർ മുന്നിക്ക് ഇങ്ങനെ പോവുക. ഇവിടെ ഒരുപാട് ചെറിയ കടകളുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കച്ചവടമാണ് മെയിനായിട്ട് നടക്കുന്നത്. വെള്ളത്തിൻ്റെ, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, പിന്നെ മറ്റേ കുട്ടികൾക്ക് തിന്നണ സാധനങ്ങളുണ്ടല്ലോ, കുറുക്കുറെ, മറ്റേ ചിപ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, അതിൻ്റെ കച്ചവടമാണ് ഇവിടെ സൈഡിൽ, രണ്ട് സൈഡിലും നല്ലോണം നടക്കണം. എന്തായാലും വേണ്ടില്ല, ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ ഏതായാലും ഈ തിരക്കിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ലാസ്റ്റ് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ കയറി നിന്നു. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയിലുണ്ടല്ലോ ആൾക്കാർ ബാക്ക് നിന്നൊക്കെ ഇട്ട് ചില സമയത്ത് ഇങ്ങോട്ട് തിരക്കിയിട്ടുണ്ടല്ലോ ഞാൻ ആകെ ഇടങ്ങേറായി. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ മുന്നിക്കെത്തി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കൂടിയും കഴിയൂല, മാതിരി തിരക്കാണ്. അങ്ങനെ ഈ ക്യൂ ഉണ്ടല്ലോ അങ്ങനെ പോയിട്ട് വലിയൊരു ഗ്രൗണ്ടിലേക്കാണ് എത്തുന്നത്. ആ ഗ്രൗണ്ട് ഉണ്ടല്ലോ രണ്ടായിട്ട് അവർ ഇതാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പാമ്പും കോണി ഇതുപോലെ വളഞ്ഞും തിരിഞ്ഞിട്ടും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു 10-25 ലൈനുണ്ട്. ആ ലൈനൊക്കെ നമ്മളിങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടെത്തിയിട്ട് അപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് ചാടണം. ഇങ്ങോട്ട് അവിടെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ട് വേണം നമുക്ക് മെയിനായിട്ടുള്ള എൻട്രൻസിലേക്ക് എത്താൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടല്ലോ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്താണ് അറിയുക, ചില പഹയന്മാരെ ഈ ലൈനിൻ്റെ ഇടയിൽ കൂടെ നൂന്നിട്ട് കയറി. നമ്മൾ ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒച്ച ഉണ്ടാക്കി നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-25 വർഷമായി ബോംബെയിൽ നിന്നുണ്ടെങ്കിലും മറാഠി നമുക്കങ്ങനെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനൊന്നും കഴിയില്ല. ഇറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ മറാഠിയിൽ നമ്മളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജഗതി പറയണ പോലെ മാലു എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കേണ്ടി വരും. അങ്ങനെ നമ്മളുണ്ടല്ലോ ഈ വലിയ ഗ്രൗണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ അവസ്ഥ. വലിയ ഗ്രൗണ്ടിലുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് കുറേ ലൈനുകളുണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് വേണം നമുക്ക് മെയിൻ ഗേറ്റിലെത്താൻ. ഇങ്ങനെ തിരക്കിൽ കുടുങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിലേ ഇവിടെ ചികിത്സിക്കാനുള്ള നേഴ്സുമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആംബുലൻസ് ഉണ്ട്, പിന്നെ നേഴ്സുമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരൊക്കെ ഉള്ളിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നു, താങ്ങിയെടുത്ത് ഉള്ളിലേക്ക് അവരതിക്ക് കൊണ്ടുപോകണമൊക്കെ കണ്ടു. അങ്ങനെ നമ്മളുണ്ടല്ലോ മെയിൻ എൻട്രൻസിലെത്തി. ഇതാണ് മെയിൻ എൻട്രൻസ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്ക് ഉണ്ടല്ലോ. ഇവിടെ നിന്ന് നോക്കിയാലുണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ ഗണപതിനെ കാണാൻ പറ്റുള്ളൂ. മുകളിൽ ബലൂണ് പോലെയുള്ള കുറേ ലൈറ്റുകൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഗണപതി ബപ്പ മോറിവാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉറുമ്പരിക്കണ പോലെ ഞങ്ങൾ നീങ്ങിയിട്ട് അങ്ങനെ മുന്നിക്കെത്തി. അങ്ങനെ ലാൽബാഗിലെ രാജനെ നമ്മൾ കണ്ടു. പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലാൽബാഗിലെ രാജേനെ നമ്മൾ കണ്ടു കേട്ടോ.
അങ്ങനെ ലാൽബാഗിലെ ബോംബെയിലെ ഏറ്റവും വലിയ ഗണപതി ലാൽബാഗിലെ രാജേനെ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾ ഞാനാണെങ്കിൽ പറ്റ കുഴങ്ങി കേട്ടോ. എൻ്റെ കുട്ടിയാണെങ്കിൽ അതിനേക്കാട്ടിലും കുഴങ്ങി. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ഓളെ. അല്ല, നിങ്ങൾക്ക് എൻ്റെ ശബ്ദം മാത്രം കേട്ടാൽ പോരല്ലോ, പുറത്തുള്ള ശബ്ദം കൂടിയും കേൾക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പുറത്തുള്ള ശബ്ദം കൂടിയും കേൾക്കും. ഓക്കെ. ഈ സൈഡിലേട്ടോ. അങ്ങനെ ഏകദേശം ഉണ്ടല്ലോ 4 മണിക്കൂറോളം പിടിച്ചു ഞങ്ങൾക്ക് ഈ ദർശനം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. നമ്മുടെ മുകേഷ് അംബാനിയുടെ മകൻ ഉണ്ടല്ലോ, ആനന്ദ് അംബാനി, 15 കോടിക്ക്, അതായത് 20 കിലോ സ്വർണം കൊണ്ടാണ് ഈ ലാൽബാഗിലെ ഗണപതിയുടെ കിരീടം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒറിജിനൽ ഗോൾഡാണ്, 20 കിലോൻ്റെ ഒറിജിനൽ ഗോൾഡ് കൊണ്ടാണ് ഈ കിരീടം ഉണ്ടാക്കിയിട്ടുള്ളത്.